ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് വണ്ടി ടെസ്റ്റ് വർക്കിന് മുന്നോടിയായിട്ടുള്ള മെയിൻ്റനൻസ് വർക്കിന് വേണ്ടിയിട്ട് കയറ്റിയാണ്. നിലവിൽ നമുക്ക് വണ്ടി ജനറൽ സർവീസും അതിനോടനുബന്ധിച്ച് വന്നാണ് വർക്കുകളാണ്. അതേപോലെ എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്ക് അങ്ങനെ 1-2 കേസുകളൊക്കെയാണ് പറഞ്ഞത്. കൺവേർട്ടർ സെറ്റിങ്, ബാറ്ററിക്ക് പകരം കൺവേർട്ടർ സെറ്റിങ്, അതൊക്കെയാണ് പറഞ്ഞത് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ നമുക്ക് വണ്ടി സ്റ്റാൻഡിൽ ഇപ്പോൾ റാമ്പിൽ കയറ്റണമെങ്കിൽ തന്നെ മെയിൻ സ്റ്റാൻഡും വെച്ച് പണിയാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. കാരണം അതിൻ്റെ മെയിൻ സ്റ്റാൻഡ് ഫുള്ള് തുരുമ്പിട്ട് ഇവിടെയൊക്കെ ദ്രവിച്ച് പോയേക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ പുതിയ മെയിൻ സ്റ്റാൻഡ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് വണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പൊക്കി വാക്കിത്തെ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിൻ സ്റ്റാൻഡ് നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മെയിൻ സ്റ്റാൻഡിൻ്റെ പിന്നും അതൊക്കെ ഫുള്ള് തുരുമ്പിട്ട് ആ സ്റ്റക്കായ ഒരവസ്ഥയിലാണ് ഇരിക്കുക. അപ്പോൾ അത് രണ്ടും നമുക്ക് എന്തെങ്കിലും മാറ്റണം. പിന്നെ ഈ ബ്രേക്കിൻ്റെ പെഡലൊക്കെ ഉണ്ടല്ലോ, ഈ ബ്രേക്കിൻ്റെ പെഡൽ ആ സ്റ്റാൻഡിൻ്റെ പിന്ന് ഇതിൻ്റെ ഉള്ളിൽ വന്ന ഭാഗമാണ്. അത് നല്ല രീതിയിൽ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളത് അഴിച്ചിട്ടുണ്ട്. ഈ പെഡൽ അവൈലബിൾ ആണോ എന്ന് നോക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും കൂടി മാറ്റിയിടാണെങ്കിലുള്ള മെച്ചം എന്ന് വെച്ചാൽ ആ ബ്രേക്കിൻ്റെ ഭാഗം പക്കയായിരിക്കും. കാരണം ആ പ്ലേ ഒന്നും ഇല്ലാണ്ട് കറക്റ്റ് നോർമൽ ഫ്രീ പ്ലേ ഉണ്ടാവും. അതല്ലാതെ കൊണ്ട് ഇത് നല്ല രീതിയിലുള്ള പ്ലേ കാണിക്കുന്നുണ്ട്. അതില്ലാതെ പക്ക രീതിയിൽ നമുക്ക് ബ്രേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ബ്രേക്ക് പെഡൽ, അതേപോലെ ബ്രേക്ക് റാഡ്, മെയിൻ സ്റ്റാൻഡ്, പിന്നെ ഇത്ര ഐറ്റം ബാക്കി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയിക്കോളും. അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താം. അന്നേരം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. റിപ്ലൈ കിട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുള്ളൂ തരും. അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചാണ്. ബ്രേക്ക് ലൈൻഡർ മാക്സിമം അതിൻ്റെ ഉപയോഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പരമാവധി അഡ്ജസ്റ്റിങ്ങിലാണ് കിടക്കുന്നത്. കമ്പനി ലൈൻഡറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡറാണ് കിടക്കുന്നത്. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ അഡ്ജസ്റ്റിങ് പരമാവധിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക് ടയറിൻ്റെ അവസ്ഥയും ബാക്കും ഫ്രണ്ടും ടയറൊക്കെ വളരെ മോശമാണ് കേട്ടോ. ഫുള്ള് തീർന്നതിനാണ്. അപ്പോൾ ഇതിൻ്റെ ടയറിൻ്റെ അവസ്ഥ ബാക്ക് ഇതാണ്. ഫ്രണ്ടിൽ തന്നെ ഒട്ടുമില്ല. ഹബിനകത്ത് ചെറിയൊരു സ്ക്രാച്ച് പോലെയൊക്കെ ഉണ്ട്. അത് നമുക്ക് ശരിക്കും വാട്ടർ പേപ്പറൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് പിടിച്ച് കയറ്റിയിട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വീൽ ബെയറിങ്ങിനൊന്നും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിലത്തെ ഷോക്ക് അബ്സർ നമുക്ക് നോക്കുമ്പോൾ ഷോക്ക് അബ്സർ കംപ്ലൈൻ്റ് ആണ്. അത് ഓയിൽ ലീക്ക് ആയേക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് ഒരു ചെറിയ ഗട്ടറി ചാടിയാൽ പോലും വണ്ടി നല്ല തെറിപ്പ് കാണിക്കുന്നുണ്ട്. അത് ഈ ഷോക്ക് കംപ്ലൈൻ്റ് ആയിട്ട് വന്നേക്കുന്ന കേസ് ആ ഒരു കംപ്ലൈൻ്റാണ് ആ കാണിക്കുന്നത്. ചെറിയൊരു ഗട്ടറി പോയി ചാടിയാൽ ഒറ്റ അടിയാണ് മുകളിലേക്ക്. നല്ല രീതിയിൽ ആക്ഷൻ കൂടുതലാണ് വരിക. കാരണം ഒരു ചെറിയൊരു ഗട്ടറി ചാടിയാലും വണ്ടി തെറിക്കും. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുക. കാരണം ഹൈഡ്രോളിക് ഓയിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ലീക്കായേക്കാണ്. ബാക്കിയത്തെ ഇപ്പോഴത്തെ വർക്കിംഗ് നടക്കുന്നത് സ്പ്രിങ്ങിനെ ആശ്രയിച്ച് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രോബ്ലം വരാം. അപ്പോൾ അത് മാറ്റുമ്പോൾ രണ്ടും കൂടി മാറ്റിയിട്ടാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സാരി ഗാർഡ് ഇവിടെ വെൽഡിങ് വിട്ടുപോയിട്ടുണ്ട് ഈ ഭാഗം. അത് നമുക്കൊന്ന് വെൽഡ് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ ബാക്കിലത്തെ ഇത് ഈ ലെഫ്റ്റ് സൈഡ് തന്നെ ഫുഡ് റെസ്റ്റ് ഫുള്ള് ഈ ഒരു അവസ്ഥയിലാണ്. ഫുള്ള് തേഞ്ഞ് പോയിട്ടുണ്ട് ഈ സൈഡൊക്കെ. പിന്നൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം. ബാക്കിയതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ വലിയ പഴക്കമില്ലാത്ത ഫുഡ് റെസ്റ്റൊക്കെയാണ്. ഇതാണ് ഏറ്റവും ഇതായിട്ട് ആദ്യമേ കിടക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. പിന്നെ ചെയിൻ സ്പോക്കറ്റ് പറഞ്ഞ രീതിയുടെ ഈ ഷോക്കപ്പ് കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു ഓവർലാപ്പിംഗ് ഉണ്ട്. എന്നാൽ ചെയിൻ സ്പോക്കറ്റ് വലിയ പഴക്കമുള്ള സ്പോക്കറ്റൊന്നുമല്ല, കമ്പനി സ്പോക്കറ്റൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും നമുക്കത് ഈ പറഞ്ഞ രീതിയുടെ ചെയിൻ സ്പോക്കറ്റ് ഷോക്ക് അബ്സർ മാറുന്നുണ്ടെങ്കിലാണ് ചെയിൻ സ്പോക്കറ്റിന് ലൈഫ് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയിൻ സ്പോക്കറ്റ് ഇപ്പോൾ പുതിയത് എങ്ങനെയെങ്കിലും ഇട്ടാലും ഏതൊക്കെ ഇട്ടാലും ഈ ഷോക്ക് അബ്സർ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ചെയിൻ്റെ ഇവിടെ നിന്ന് വലിച്ചിൽ വരും, ചെയിൻ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ചെയിൻ നമുക്ക് ഇത് തന്നെ സെറ്റ് ചെയ്ത് നോക്കാം. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പ്രത്യക്ഷത്തിൽ. അപ്പോൾ അത് നമുക്ക് ഈ രീതിയിൽ തന്നെ ക്ലിയർ ചെയ്തിടാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ പറഞ്ഞ രീതിക്ക് ബാക്കിലത്തെ ഷോക്ക് അബ്സർ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടാം. എന്നാലാണ് നമുക്കത് കറക്റ്റ് ക്ലിയറായിട്ട് കിട്ടുള്ളൂ. ചെയിൻ ചെറിയൊരു കടിക്കൽ കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ റൊട്ടേഷൻ വന്നില്ല. ഒരു ചെറിയ ഓവർലാപ്പിംഗ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഈ ഭാഗം വരുമ്പോൾ കറക്റ്റ് കയറി പിടിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ എൻജിൻ സൈഡ് ഓയിൽ ലീക്കിൻ്റെ കേസാണ്. ഓയിൽ ലീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ സ്പോക്കറ്റിൻ്റെ ഷാഫ്റ്റ് സൈഡ് ഓയിൽ ലീക്ക് ഉണ്ട്. പ്ലഗ് റബ്ബറിൻ്റെ അവിടെ നിന്ന് ഓയിൽ ലീക്ക് ഉണ്ട്. ഗിയർ ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പുറത്തെ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് ഉണ്ട്. ഹെഡിൻ്റെ ഗ്യാസ്കറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് ഈ സൈഡിൽ നിന്നും ഓയിൽ ലീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആ ഓയിൽ സീലുകളുടെ ലീക്ക്, ഓയിൽ സീൽ കംപ്ലൈൻറ്റ് വന്നിട്ട് ലീക്ക് നമുക്കൊരു ഓയിൽ സീൽ കിറ്റ് എടുത്താൽ നമുക്ക് മാറ്റാവുന്നുള്ളൂ. അതായത് ഗിയറിൻ്റെ സ്പോക്കറ്റ്, ക്ലച്ച് ഷാഫ്റ്റൊക്കെ ഒരു ഓയിൽ സീൽ കിറ്റ് എടുത്താൽ നമുക്ക് മാറ്റിയിടാം. പ്ലഗ് റബ്ബറൊക്കെ ആയാലും നമുക്കത് മാത്രമായിട്ട് ചേഞ്ച് ചെയ്തിടാം. പിന്നെ നമുക്ക് ഈ സൈഡിൽ വേറൊരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഈ സൈഡിൽ ഉള്ളത് ഈ ഗിയറിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ല. അതിങ്ങനെ ഒടിഞ്ഞൊരവസ്ഥയിലേക്കാണ് നിൽക്കുക. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഗിയർ പെഡൽ ചേഞ്ചിന് പറഞ്ഞാൽ ഈ ഗിയർ ലിവറിന് കംപ്ലീറ്റ് തേയ്മാനമുണ്ട്. അതേപോലെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ ഷാഫ്റ്റ് തേഞ്ഞിരിക്കുന്നുണ്ട്. തേഞ്ഞിട്ട് ഇതിവിടെ ഇങ്ങനെ ചെറിയതായിട്ട് വളഞ്ഞൊരവസ്ഥയിൽ നിൽക്കുക. പക്ഷേ നമുക്ക് ഈ ഷാഫ്റ്റ് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, അഴിച്ച് മാറ്റി കളയാനേ പറ്റുള്ളൂ. ഇത് അഴിക്കണമെങ്കിൽ തന്നെ നമുക്ക് അപ്പുറത്തെ ഭാഗം ക്ലച്ച് ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്ക് ആ ഗിയറിൻ്റെ സ്പ്രിൻഡിൽ ഷാഫ്റ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
ചേഞ്ച് ചെയ്തിടാണെങ്കിൽ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ആ ബ്രേക്ക് ഭാഗം കറക്റ്റ് ആവുന്ന പോലെ തന്നെ ഗിയറിൻ്റെ ഭാഗം പക്ക ലെവലിൽ സ്റ്റഡി ആയിട്ട് നിൽക്കും. ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഒടിച്ചിൽ പോലെ നിൽക്കും. കറക്റ്റ് നമ്മൾ കൊടുക്കുന്ന ആക്ഷൻ കൃത്യമായിട്ട് കിട്ടാത്തൊരു കണ്ടീഷനിലൊക്കെയാണ് ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ജസ്റ്റ് നമ്മളതിൻ്റെ ഡ്രോബാക്ക് കണ്ടപ്പോൾ ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ. നമ്മൾ നോക്കാം. കാരണം അതൊക്കെ അങ്ങനെ ചെയ്തു വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിലവുകളുണ്ട്. ക്ലച്ച് അയക്കണം ഫുള്ള്, അതിന് ലേബറിൽ വേരിയേഷൻ വരും. സ്പ്രിൻ്റർ ഷാഫ്റ്റ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 300-320 അടുത്ത് തന്നെ. അപ്പോൾ അത് നമുക്കത് പറഞ്ഞാൽ പിന്നെ ക്ലച്ച് അയക്കുമ്പോൾ ആ സൈഡിൽ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അത് വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. കാരണം നമ്മൾ ഈ കാണുന്ന കംപ്ലയിൻറ്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഏതൊക്കെ ചെയ്യേണ്ട ഒഴിവാക്കേണ്ട കേസൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് പറഞ്ഞാൽ മതി. ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ കാണുന്ന കംപ്ലയിൻറ്റുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു മാത്രം കേട്ടോ. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഈ സൈഡ് ലീക്ക് ഉണ്ട്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തൽക്കാലം അത് ചെയ്യാൻ നിൽക്കണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് അത്യാവശ്യം പഴക്കമുണ്ട്. ഇത് നമുക്ക് ഇത് മാത്രമായിട്ട് മാറ്റാനായിട്ട് അഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകളാണ്. അപ്പോൾ അത് വാട്ടർ സർവീസൊക്കെ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് നല്ല ക്ലിയറായിട്ട് വാഷിങ് കഴിഞ്ഞിട്ട് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് പിന്നീട് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ചെയ്യാതെ ആ ഐറ്റം വേണമെങ്കിൽ നമുക്ക് അപ്പം ചെയ്താലും മതി. ആ കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് വരാണെങ്കിൽ ആ സമയത്ത് അഴിച്ച് ചെയ്താലും മതി. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ വേറെ മിസ്സിങ്ങോ കാര്യങ്ങളോ അങ്ങനെ വേറെ പ്രോബ്ലംസോ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഓടിക്കുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് കാർബറേറ്റർ ഒന്നും അഴിക്കണ്ടെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കാരണം വെച്ചാൽ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന് അതിനകത്തുള്ള ആ ശരിക്കും ക്ലാവ് പോലെ പിടിക്കുന്ന ഐറ്റംസൊക്കെ ജസ്റ്റ് ആ ഇരിക്കുന്ന സീറ്റിങ്ങിൽ നിന്ന് പൊളിഞ്ഞാൽ ചിലപ്പോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നിലവിൽ വേറെ പ്രശ്നം ഇല്ലെങ്കിൽ പോലും നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ കയറ്റി കഴിയുമ്പോൾ ഒന്നുമല്ല ഓവർഫ്ലോ അല്ലെങ്കിൽ മിസ്സിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് നമ്മൾ അഴിക്കുകയാണെങ്കിൽ വേറെ ഓപ്ഷനില്ല. നമുക്ക് അഴിക്കാണ്ട് മാർഗ്ഗമില്ല. അഴിച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നിലവിൽ വേറെ പ്രത്യക്ഷത്തിൽ ഓടിക്കും വേറെ പ്രശ്നമില്ല. അതുകൊണ്ട് തൽക്കാലം വേണമെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്ത് വിടണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ടാങ്കിൻ്റെ ശരിക്കും വണ്ടി പെയിൻറ്റിങ്ങിനൊക്കെ കയറ്റുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം ടാങ്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ഫുൾ MC-ലാണ് ഈ കാണുന്നത്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ കുത്തി കളഞ്ഞതിന് ശേഷം ആ ഭാഗമൊക്കെ ഓട്ടയുള്ളതുകൊണ്ടാണ് നമ്മൾ MC-ൽ വെച്ചേക്കണേ. അപ്പോൾ ആ ഭാഗമൊക്കെ ശരിക്കും റേഡിയേറ്റർ EM വെച്ചിട്ട് റേഡിയേറ്റർ വെൽഡിങ് ചെയ്യുന്ന ആ EM വെച്ച് ഫുള്ളായിട്ട് അടച്ച് ക്ലീൻ ആക്കിയിട്ട് പെയിൻറ്റിങ്ങിൽ കയറ്റണമായിരിക്കും കുറേ കൂടി നല്ലത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടാങ്ക് ഓട്ട കാണുന്നുണ്ട്. റൈറ്റ് സൈഡിലും സെയിം തന്നെയാണ്. ഈ ഭാഗത്തും ഉണ്ട് അതേപോലെ തന്നെ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡാമേജ് ഉണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെ ക്ലിയർ ചെയ്ത് കയറ്റാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ബാറ്ററി നമുക്കില്ല. ബാറ്ററിക്ക് പകരം കൺവെർട്ടർ വെച്ചിട്ട് ഇൻഡിക്കേറ്റർ ഹോണൊക്കെ വർക്കിംഗ് ആക്കാം. കിക്കറിൻ്റെ സൈഡ് ലീക്ക് എന്ന് പറയുന്നത് കിക്കർ സൈഡ് ഓയിൽ സീൽ ലീക്ക് ഉണ്ട്. അത് ഇതാണ് അവസ്ഥ. പിന്നെ കിക്കർ ഷാഫ്റ്റ് കിക്കറിൻ്റെ ഈ ആമൊക്കെ നല്ല രീതിയിൽ പ്ലേ ആണുണ്ട്. ഇത്ര പ്ലേ കാണിക്കുന്നുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. അതൊക്കെ നമ്മൾ വേണമെങ്കിൽ നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ടൊന്ന് പറയാം. ഞാനത് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് ആക്കാം. എത്ര ചിലവ് നോക്കിയിട്ട് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ ചെയ്തു പോകണമായിരിക്കും കുറേ കൂടി നല്ലത്. സ്പാർക്ക് പ്ലഗൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെയുള്ളത് ഫ്രണ്ട് ഭാഗത്താണ്. ഫ്രണ്ട് ഭാഗത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഗട്ടറൊക്കെ ചാറുമ്പോൾ നല്ല രീതിയിൽ അടി കാണിക്കുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ 2 കാരണങ്ങളാണ്. ഒന്ന് നമുക്ക് ഇവിടെ വരുന്ന കോൺസെപ്റ്റ് എന്ന് പറയും ബോൾഡറൈസ് എന്ന് പറയുന്ന യൂണിറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ വീൽ ബെയറിങ്ങിനും പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും മാറ്റിയാലാണ് ഫ്രണ്ടിലത്തെ ആ ഭാഗം ഓക്കെ ആവുള്ളൂ. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ടയറിൻ്റെ കണ്ടീഷൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ടയറിൻ്റെ കേസ് ഈ സൈഡിലെ ഈ വര മാത്രമേ ഉള്ളൂ. സെൻറ്ററിൽ ഒരു പിടുത്തമില്ല. അപ്പോൾ അതും മാറ്റുന്ന കേസ് ശ്രദ്ധിച്ചോണം. കാരണം എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഭാഗമൊക്കെ കറക്റ്റ് ആയിരിക്കും. പിന്നെയുള്ളത് ഇൻഡിക്കേറ്ററുകളാണ്. ഇൻഡിക്കേറ്ററുകളൊക്കെ ഓൾറെഡി ഗ്ലാസ്സൊക്കെ ഫെയ്ഡാണ്. പരമാവധി നമുക്കത് തെളിയിപ്പിക്കാൻ പറ്റുമെന്നുള്ള ദിവസം നോക്കാം. ഇനി ബാക്കിലത്തെ ഒരെണ്ണം കണ്ടിട്ട് അഴിച്ച് കിട്ടുന്ന മട്ടില്ല. ബാക്ക് സൈഡ് ലെഫ്റ്റ് സൈഡിലത്തെ. അപ്പോൾ അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും. അത് ഈ മോഡല് ഈ കളറിലുള്ള ഐറ്റം കമ്പനി പാർട്സ് അവൈലബിൾ അല്ല. നമ്മൾ പുറമെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കേണ്ടി വരും. കാരണം അതിന് ലൈഫ് അതിൻ്റെ അനുസരിച്ച് ലൈഫും കുറവായിരിക്കും. കാരണം വേറെ നമുക്ക് അവൈലബിൾ അല്ല. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോഴത്തെ കൺവെർട്ടിങ് മോഡലിലേക്ക് മാറ്റണം. അതായത് ക്ലിയർ ലെൻസുള്ള വൈറ്റ് ഗ്ലാസ് വരുന്ന മോഡലാണ് ഇപ്പോഴത്തെ ഇൻഡിക്കേറ്ററുകൾ. അപ്പോൾ അത് മാറ്റുകയാണെങ്കിൽ പിന്നെ 4 എണ്ണം നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത്യാവശ്യം ഇതൊക്കെയാണ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകൾ. അതിനകത്ത് ആ ഹെഡ് ലീക്കിൻ്റെ കേസ് മാത്രമേ നമ്മൾ തൽക്കാലം ഒഴിവാക്കി വിടണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഞാൻ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഈ ഹെഡ് അഴിച്ചിട്ട് ആ ഗ്യാസ്കറ്റ് മാറ്റി റീസെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പൊസിഷനിൽ ചെറിയ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ വന്നു ഓൾറെഡി പുകയുടെ പ്രശ്നമൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അത് എത്ര ഓടിയേക്കണ വണ്ടിയാണ് പഴക്കം വന്നതിൻ്റെ അനുസരിച്ചിട്ട് അതൊരു റിസ്ക് ആയിരിക്കും. പിന്നെ ചെയ്യണം എന്നാണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് അഴിച്ച് ചെയ്യാം. പിന്നെയുള്ളത് പറയുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള പൊല്യൂഷനൊക്കെ എടുക്കാൻ്റെ പൊല്യൂഷൻ്റെ കേസ് കൂടി കൂട്ടത്തിൽ കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒഴിവാക്കേണ്ട കേസുകളുണ്ടോ എന്ന് നോക്കാം.
നോക്കിയിട്ട് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ടൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര കോസ്റ്റ് വരും എന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ജസ്റ്റ് കാണുന്ന കംപ്ലയിൻറ്റുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.